നമസ്കാരം. മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണുനീർ കണ്ടാൽ മതി. ഇതാണ് കേന്ദ്രത്തിൻ്റെ ഒരു പുതിയ രീതി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കേന്ദ്രത്തിൻ്റെ ചില സമീപനങ്ങൾ കാണുമ്പോൾ ഹൈക്കോടതിക്ക് പോലും ചില കാര്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നു. കാരണം ഇതെന്താ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേടിലാണ് നമ്മുടെ ഹൈക്കോടതിക്കുള്ളത്. അതുമാത്രമല്ല, ചില കാര്യങ്ങൾ സർക്കാരിനെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി അത് മാറുകയാണ്. മറ്റൊന്നുമല്ല, അതായത് സർക്കാർ എന്നത് ഭരണഘടനാ പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരും നീതിന്യായ സംവിധാനവും എല്ലാം അടങ്ങുന്ന ഇന്ത്യ അഥവാ ഭാരതമാണ് എന്ന ഒരു സന്ദേശം പറയേണ്ടി വരുന്ന നമ്മുടെ ഹൈക്കോടതിയുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പറയുന്നത് കേന്ദ്ര സർക്കാരിനോടാണ്. കേന്ദ്ര സർക്കാരിനോട് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് കേരളം ഇതിനു മുൻപൊരിക്കൽ പോലും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വിധം ദുരിതം അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് കിടപ്പുണ്ട്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഒരു രാത്രി വെളുക്കുമ്പോൾ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യും, വേണ്ടപ്പെട്ടവരെയും ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അവർക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ, അവരുടെ ഒരു പുരുഷായുസ് മുഴുവൻ സമ്പാദിച്ചതൊക്കെയും ഒരു രാത്രി കൊണ്ട് ഇല്ലാതാകുന്നത് വേദനയോടുകൂടി നോക്കി നിൽക്കേണ്ടി വന്ന ഒരു പറ്റം ആളുകൾ. ഇവർക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് ആലോചിക്കേണ്ടതല്ലേ? വയനാട് എന്ന് പറയുന്ന ആ ജില്ല എന്താ ഈ പറയുന്ന ഭാരതത്തിലല്ലേ? അതെ, ഭാരതത്തിൻ്റെ ഒരു ജില്ല തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒന്ന് തന്നെയാണ് വയനാട്. ഇവിടേക്ക് കേരളത്തിലേക്ക് വിദേശ നാണ്യം നേടിത്തരുന്നതിൽ വലിയ പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ജില്ലയാണ് വയനാട്. കർഷകരുടെ ജില്ലയാണ് വയനാട്. മണ്ണിൽ അധ്വാനിക്കുന്നവരുടെ ജില്ലയാണ് വയനാട്. അവര് കഷ്ടപ്പെട്ടതിൻ്റെയും അവരനുഭവിച്ചതിൻ്റെയും ഒക്കെ പരിണിത ഫലമാണ് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നതെന്ന് തോന്നിപ്പോകും നമുക്ക്. അങ്ങനെ വയനാടെന്ന് പറയുന്ന ജില്ലയെ പാടെ അവഗണിച്ചിടുന്ന ഈ ഒരു സമീപനത്തിനെതിരെയാണ് ഹൈക്കോടതിയുടെ ഈ ഓർമ്മപ്പെടുത്തൽ. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇവിടുത്തെ ജുഡീഷ്യറിയും എല്ലാം അടങ്ങുന്നതാണ് സത്യത്തിൽ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം. ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട് ഓർമ്മപ്പെടുത്തി? അവിടെ താമസിക്കുന്നവർ, വയനാട് ജില്ലയിൽ താമസിക്കുന്ന ദുരിതബാധിതരായിട്ടുള്ളവർ എല്ലാവരും അന്യഗ്രഹ ജീവികളല്ല എന്ന ഓർമ്മപ്പെടുത്തൽ. ഒരു കേന്ദ്ര സർക്കാരിനോട് ഒരു ഹൈക്കോടതി ഇത്രയേറെ പറയണമെങ്കിൽ എത്രത്തോളം നീചമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തോട്, കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തോട്, വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളോട് ഈ കേന്ദ്ര സർക്കാർ പെരുമാറിയത് എന്ന് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. വയനാട്ടിൽ ഇവിടെ ഒരു ദുരിതം നടക്കുന്നു. ആ ദുരിതത്തിന് പിന്നാമ്പുറത്തേക്ക് എന്തിനു വേണ്ടി നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ആ സ്ഥലം സന്ദർശിച്ചു? ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ഒരു ചോദ്യം അതാണ്. എന്തിനാണ് നരേന്ദ്രമോദി നമ്മുടെ വയനാട് ജില്ലയിൽ സന്ദർശനം നടത്തിയത്? അവിടെ കഷ്ടതയും ദുരിതവും അനുഭവിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് പോയി എന്തിനാണ് ക്യാമറ ഉയർത്തിപ്പിടിച്ച ക്യാമറകൾക്ക് മുന്നിൽ പോയി നിന്ന് നാടകം കളിച്ചത്? നമുക്കിപ്പോഴും പിടികിട്ടാത്ത ചോദ്യമാണ്. അവിടുത്തെ നിഷ്കളങ്കരായ പിഞ്ചു ബാല്യങ്ങളുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ഒരു മുത്തശ്ശന്റെ ഭാവപരിവേഷത്തോടു കൂടി എന്തിനാണ് അവർക്ക് മുന്നിൽ നിന്ന് കൊഞ്ചിയത്? മനസ്സിലാവുന്നില്ല കേരളത്തിലുള്ള ഒരാൾക്കും. ചിലപ്പോൾ ഇത് മനസ്സിലാകുമായിരിക്കും, അല്ലെങ്കിൽ അത് വെറും രാഷ്ട്രീയ നാടകമാണ് എന്ന് ആയിരിക്കും ഇവിടെയുള്ള കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം അരിയാഹാരം കഴിക്കുന്നവരും ചിന്തിക്കുന്നത്. അതല്ല, കേരളത്തിനോടുള്ള സഹാനുഭൂതിയാണെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ സംഘപരിവാരങ്ങൾ കൊട്ടിഘോഷിക്കുമായിരിക്കും. ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം തന്നു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു പക്ഷെ ഒരു ഉളുപ്പുമില്ലാതെ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞെന്നിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അവിടെ പാവപ്പെട്ടവരായ ആ ജനങ്ങളുടെ ഈ അതിർത്തി പോലും തിരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു വലിയ പ്രദേശം, എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഈ പറയുന്ന വി മുരളീധരൻ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട മുൻ സഹമന്ത്രി ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞതെന്തുവാ, ഒരു പ്രദേശം മുഴുവനെന്നില്ല, 1-2 വാർഡുകൾ മാത്രം. അവിടെ നഷ്ടപ്പെട്ടു പോയവരുടെ ജീവന്റെ വിലയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ വി മുരളീധരൻ എന്ന് പറയുന്ന ആ BJPയുടെ നേതാവ് മറന്നുപോയത്? അവർക്ക് മനുഷ്യത്വം എന്ന് പറയുന്നില്ലല്ലോ, അത് വേറൊരു കാര്യം. അവർക്കെപ്പോഴും മതത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് എപ്പോഴും ഇവരുടെ ചിന്താഗതി. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതിക്ക് പോലും ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുന്നു. അതിർത്തി പോലും തിരിക്കാൻ കെൽപ്പില്ലാതെ അവരുടെ വേണ്ടപ്പെട്ടവർ ഉറങ്ങുന്ന മണ്ണിനെ നോക്കി വിലപിച്ചുകൊണ്ട് ഇപ്പോഴും ആ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറാത്ത എത്രയോ അധികം ആളുകൾ അവിടെയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അവർ എടുത്തിട്ടുള്ള ബാധ്യതകൾ എഴുതിത്തള്ളാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അത്രയും പോരില്ല, തികയില്ല എന്നാണ് പറയുന്നത്. കള്ളം പറഞ്ഞു പറ്റിക്കുകയാണ് ജനങ്ങളെ.
പച്ചയ്ക്ക് പറ്റിക്കുന്നു. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഏകദേശം അവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ ഏകദേശം ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വായ്പകളെല്ലാം എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. നമുക്കറിയാം ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം, എത്ര കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ആവശ്യം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കണക്ക് സഹിതം കൊടുത്തു. ആ കണക്ക് സഹിതം കൊടുത്തപ്പോഴും 2221.02 കോടി രൂപ നമ്മുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രത്തിന് ആവശ്യമാണ് എന്ന് കേന്ദ്രത്തോട് പറഞ്ഞു കേരളത്തിന്. അപ്പോൾ കേന്ദ്രം 2000 കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊരു മനസമാധാനം ഉണ്ടായേനെ. അത്രയെങ്കിലും നമുക്ക് കിട്ടിയല്ലോ എന്നൊരു മനസമാധാനം. എന്നാൽ നമുക്ക് കിട്ടിയത് വെറും ശുപാർശ ചെയ്ത് വെറും 260.56 കോടി രൂപയ്ക്ക് മാത്രമാണ്. എത്ര വ്യത്യാസമുണ്ട്! കേവലം 11%, അതായത് 11.73% മാത്രമാണ് നമുക്ക് അനുവദിച്ച് കിട്ടിയത്. ഏതെങ്കിലും സംഘപരിവാറുകാരെ കൊണ്ട് സമ്മതിപ്പിക്കാവോ ഇത്രേ നമുക്ക് കിട്ടിയുള്ളൂ എന്ന്? ഒരാൾ സമ്മതിച്ചു തരത്തില്ല. കേന്ദ്രം ഇങ്ങ് തന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. എന്ത് തേങ്ങയാണ് തന്നത് എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടി വരും. ഇവിടെ ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ സർക്കാരിനോട് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു. കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചുറ്റും ഒരു ഉപഗ്രഹം പോലെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്ന ഒരു നടൻ നമുക്കുണ്ട്. അദ്ദേഹം ഇപ്പോൾ പെട്രോളിയം വകുപ്പിന്റെ സഹമന്ത്രിയാണ്. തൃശ്ശൂർക്കാർക്ക് പറ്റിയ അബദ്ധമാണ്. എന്നിട്ട് കിട്ടിയോ വല്ല ഇവിടെ? എന്നിട്ട് നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ഒരു രൂപയുടെ സഹായം എത്തിച്ചേരാൻ ഈ കേന്ദ്രമന്ത്രിയെ കൊണ്ട് സാധിച്ചോ? ഇല്ല. എന്നിട്ട് ഇപ്പൊ എയിംസും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എയിംസ് എന്തോ കൊട്ടയ്ക്കകത്ത് ചുമന്ന് ഞാൻ എവിടെ കൊണ്ട് തട്ടണം എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കേന്ദ്രമന്ത്രി. എൻ്റെ കൊട്ടയ്ക്കകത്ത് ഇരിപ്പുണ്ട് എയിംസ്, നിങ്ങൾ പറയൂ, സംസ്ഥാന സർക്കാർ പറയുന്നിടത്ത് ഞാനിത് ചുമട് ഇറക്കി വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ മന്ത്രിയല്ല, ഞാൻ അങ്ങ് രാജ്യത്തിന്റെ മന്ത്രിയാണ് എന്ന് പറയുന്ന ഒരു അൽപ്പൻ. ആ വാക്ക് ഉപയോഗിച്ചാലും തെറ്റില്ലെന്ന് തോന്നുന്നു. എന്നിട്ടോ ജനങ്ങളിലെ പ്രജകളായി കാണുന്ന രാജഭരണ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഞാൻ ഇവിടുത്തെ രാജാവാണ്, എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരല്ല എൻ്റെ പ്രജകളാണ്. അല്ല, നിങ്ങൾ വെറും പ്രതിനിധി മാത്രമാണെന്നേ. ഞങ്ങളെ പോലുള്ള എല്ലാവർക്കും, ഈ പറയുന്ന വോട്ട് ചെയ്ത എല്ലാവർക്കും അവിടെ സഭയിൽ എത്താൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങളിൽ ഒരാളായ നിങ്ങളെ അവിടേക്ക് പറഞ്ഞു വിടുന്നു. അതാണ് അവിടുത്തെ തൃശ്ശൂർക്കാർ ചെയ്തത്. അല്ല, നിങ്ങളെ രാജാവാക്കി അരിയിട്ട് വാഴിക്കുകയല്ല ചെയ്തത്. നിങ്ങൾ ഞങ്ങളുടെ ദാസനാണെന്നേ. ഞങ്ങൾ പറയുന്ന കാര്യം സഭയിൽ അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുത്തു തരാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി വിട്ടിരിക്കുന്ന ഒരു വെറും ദാസൻ മാത്രമാണ്. ആ ബോധം പോലും ഇല്ലാത്ത ഒരാളാണ് ഇന്ന് കേരളത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി. ബാക്കി ഒരാളുണ്ട്, ജോർജ് കുര്യൻ. അയാൾ ഓടി വിളിച്ചിറങ്ങിയ മന്ത്രിയാണ്. അപ്പോൾ എന്നിട്ട് പോലും ഇതൊക്കെയാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് തരേണ്ട തുക തന്നിട്ടില്ല. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 21 കോടി രൂപ വായ്പയാണ് അവിടെയുള്ള സാധാരണക്കാരെടുത്തിരിക്കുന്നത്. പല ബാങ്കുകളിൽ നിന്ന്, ബാങ്ക് ഓഫ് ബറോഡ, SBI തുടങ്ങിയ വലിയ ബാങ്കുകളിൽ നിന്ന് വെറും 221 കോടി രൂപ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ കോവിഡ് സമയത്ത് കോർപ്പറേറ്റുകളുടെ 4,000 കോടിയിലധികം രൂപ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാരിന് ആരുടെ അനുമതി വേണ്ടായിരുന്നു? എഴുതി തള്ളിയില്ലേ? തള്ളി. ഇപ്പൊ സ്വർണ്ണപ്പാളി കൊടുത്തിരിക്കുന്ന വിജയമല്യ ഇവിടുന്ന് എത്ര കോടി രൂപയും പറ്റിച്ചുകൊണ്ടാണ് പോയത്? സത്യത്തിൽ തുറന്നു പറയുകയാണെങ്കിൽ ശബരിമലയിൽ ആ സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞ കട്ടതിന്റെ ഒരു ഭാഗമാണ്. വിജയമല്യ മോഷണം നടത്തിയതിന്റെ ഒരു വിഹിതമാണ് ശബരിമലയ്ക്ക് കൊടുത്തത്. ശബരിമല അയ്യപ്പനെ അവഹേളിച്ചു. ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവം. നമ്മൾ അങ്ങനെ കാണേണ്ടി വരും അതിനെ. അപ്പൊ ഇവിടുന്ന് കോർപ്പറേറ്റുകൾക്ക് എത്ര കോടി വേണമെങ്കിലും വായ്പ എടുക്കാം. ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ കോർപ്പറേറ്റുകളായിട്ടുള്ളവരുടെ കടബാധ്യത എഴുതിത്തള്ളാം. അതിനൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിലക്കുമില്ല. അതേസമയം ഇന്നാട്ടിലെ സാധാരണക്കാരെടുക്കുന്ന, അതും ഒരു തീർത്തും തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്ത തരത്തിൽ അവരുടെ എല്ലാ സമ്പത്തും നഷ്ടമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അത് എഴുതിത്തള്ളാനുള്ള ഒരു മാന്യത കാണിക്കുകയോ അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്യേണ്ടതാണ് ഈ കേന്ദ്ര സർക്കാർ. എന്നിട്ട് ചെയ്തോ? എന്നിട്ടും ചെയ്യുന്നില്ല. എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങ് കേരളത്തിന് വേണ്ടി അങ്ങ് ചെയ്തു തന്നുകൊണ്ടേയിരിക്കുകയാണെന്ന്. ഇതാണ് കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. അതായത് തങ്ങൾക്ക് ഭരണം പിടിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന പ്രദേശങ്ങളിലെ അവിടങ്ങളിലേക്ക് നിങ്ങളും തിരിഞ്ഞു നോക്കൂ. അവിടങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെറുതെ മുട്ടപ്പും വെള്ളം മുങ്ങിയാൽ കൊടുക്കുക ഉടനെ കോടികൾ, എന്താ ദുരിതാശ്വാസ നിധി എന്നും പറഞ്ഞുകൊണ്ട്. ഇവിടെ അതേസമയം ബെയിലിപ്പാലം കെട്ടുന്നതിൻ്റെയും ഇവിടെ വന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെയും ഹെലികോപ്റ്ററിൽ ആൾക്കാരെ എയർപിക്ക് ചെയ്യുന്നതിൻ്റെയും ഒക്കെ
എയർലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ പണം കണക്ക് പറഞ്ഞെഴുതി മേടിക്കും കേന്ദ്ര സർക്കാർ. ഇവിടേക്ക് പാവപ്പെട്ടവർക്ക് റേഷനറി കൊടുക്കുന്നതിൻ്റെ അരിക്കൂലി മേടിക്കും. ഇതെല്ലാം നമ്മുടെ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയാണ്. ഈ അവഗണനയ്ക്കുള്ള മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. ശരിക്കും സല്യൂട്ട് കൊടുക്കേണ്ട മറുപടി. ഇവിടെ ജീവിക്കുന്ന വയനാട് നിവാസികൾ ദുരിതബാധിതർ എന്തല്ല അന്യഗ്രഹ ജീവികളല്ല എന്നുള്ളൊരു ബോധ്യം കേന്ദ്ര സർക്കാരിനുണ്ടാവണം. അതാണ് ഹൈക്കോടതി കൊടുക്കുന്ന ഏറ്റവും വലിയ മറുപടി. ഇതെല്ലാം ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് അതിനകത്ത്. ജുഡീഷ്യറിയെ പോലും വിശ്വാസമില്ല നടക്കുന്നവരല്ലേ ഈ പറയുന്ന ആൾക്കാരൊക്കെ. അപ്പം ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ BJP-യുടെ കയ്യിൽ കേരളം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടി എന്തെങ്കിലും കേന്ദ്ര സർക്കാർ കനിഞ്ഞ് അനുവദിച്ചു തരികയുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം നമ്മൾ ഇരു കൈകളും നീട്ടിക്കൊണ്ട് അവിടെ പോയി താണ് വീണ് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്നാലും കിട്ടുന്നത് പിച്ചക്കാശ് മാത്രമായിരിക്കും. വെറും നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ നമുക്കുണ്ടായ നഷ്ടം, ആവശ്യപ്പെട്ടതിൻ്റെ അല്ല, നമുക്കുണ്ടായ നഷ്ടത്തിന്റെ വെറും 11%, കൂടി വന്ന 12% മാത്രം അനുവദിച്ചുകൊണ്ട് നമ്മളെ വെറും പിച്ചക്കാർക്ക് സമമാക്കി തീർക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടുകയും വേണം. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ കോടതിയുടെ ഏത് അറ്റം വരെ വേണമെങ്കിലും ഈ നിയമ സംവിധാനത്തിന്റെ പോകേണ്ടി വരും എന്നുള്ള കാര്യം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ.